50 വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്താക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു. ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായ ഇവിടെ വെള്ളം ഉയർന്നാലും പരമാവധി ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറാത്ത തരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അഥവാ വെള്ളം കയറിയാലും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിന് മാളികപ്പുറത്തു നിന്ന് ശ്രീകോവിലിലേക്ക് പാലവും നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പുനർപ്രതിഷ്ഠ നിർണ്ണയിക്കാൻ 29-ന് അഷ്ടമംഗല ദേവപ്രശ്നം നടക്കും. പരശുരാമനാൽ പ്രതിഷ്ഠിച്ച പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്താക്ഷേത്രം. ഇടുക്കി ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രം തകർക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ ദൈവ ചൈതന്യം നിലനിന്നിരുന്നു. തകർക്കപ്പെട്ടപ്പോഴും മുടക്കം വരാതെ ഭക്തർ വിളക്ക് തെളിയിച്ചിരുന്നു. കാലം കടന്നുപോയപ്പോൾ ക്ഷേത്രമില്ലെങ്കിലും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. പിന്നീട് വിശ്വഹിന്ദു പരിഷത്ത് ക്ഷേത്രം ഏറ്റെടുക്കുകയും താൽക്കാലികമായി ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കോടതി വ്യവഹാരങ്ങളുമായി വൈദ്യുതി വകുപ്പ് രംഗത്ത് വന്നു. എന്നാൽ ഭക്തർ ഇതിനെ എതിർത്ത് തോൽപ്പിച്ചു. ഇടുക്കി ഡാമിൽ വെള്ളം ഉയർന്നാൽ ക്ഷേത്രത്തിൽ വെള്ളം കയറിയിരുന്നത് ഭക്തരെ ദുഃഖത്തിലാക്കി. ഏതാണ്ട് 2 മാസക്കാലം വെള്ളം കാരണം ദർശനം ലഭിച്ചിരുന്നില്ല. വെള്ളം കയറാത്ത 12 മാസവും ദർശനം ലഭിക്കുന്ന ക്ഷേത്രം നിർമ്മിക്കണമെന്ന ഭക്തരുടെ ആവശ്യവും ഭഗവാന്റെ ഹിതവും ക്ഷേത്ര ഭരണസമിതിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനവും ഒന്നിച്ചപ്പോൾ ക്ഷേത്രം ഉയർന്നു. ഇടുക്കി അണക്കെട്ടിൽ പരമാവധി വെള്ളം ഉയർന്നാലും ഇനി ശ്രീകോവിലിൽ വെള്ളം കയറില്ല. മാളികപ്പുറത്ത് അമ്മയ്ക്കും പുതിയ ശ്രീകോവിൽ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ കാലഘട്ടം ക്ഷേത്രത്തിന്റെ വികസന കാലഘട്ടമായി മാറി. ശ്രീധർമ്മ ശാസ്താവിനെയും മാളികപ്പുറത്തമ്മയെയും പുനഃപ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് ബാക്കിയുള്ളത്. ഇതിനായി 29-ന് ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടക്കും. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ സമയം കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ അഷ്ടമംഗല ദേവപ്രശ്നം നമ്മൾ നടത്തപ്പെടുകയാണ്. അത് നമ്മുടെ വളരെ കാലത്തെ ഒരാഗ്രഹത്തിന്റെ ഭാഗമായി നമ്മൾ 50 വർഷക്കാലം മുമ്പ് പൊളിച്ചു പോയ ഒരു ക്ഷേത്രം അതിവിടെ വീണ്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ അത് പുനർനിർമ്മിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷ്ഠ ചടങ്ങാണ് ഇപ്പോൾ ഉടനെ നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സമയം കുറിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള അഷ്ടമംഗല ദേവപ്രശ്നമാണ് ഈ വരുന്ന 29-ാം തീയതി വെള്ളിയാഴ്ച നടക്കപ്പെടുന്നത്. അരയങ്കാവ് ഹരികുമാർ എന്ന് പറയുന്ന പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. നവംബർ 29 വെള്ളിയാഴ്ച രാവിലെ 10-ന് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ അരയൻകാവ് പുതുവാമന ഹരിദാസൻ നമ്പൂതിരിപ്പാട് ജ്യോതിഷൻ സന്തോഷ് കായംകുളവും ചേർന്നാണ് ദേവഹിതം സിദ്ധിക്കുന്നത്. ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി ശ്രീലാൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തിന് ശേഷമാവും ദേവഹിതം ചിന്തിക്കുന്നത്. തീയതി നിശ്ചയിക്കുന്നതോടെ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ഇതോടെ ഭക്തരുടെ ആഗ്രഹങ്ങളും സബലീകരിക്കപ്പെടും. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.